മഴക്കാലം വരുമ്പോഴും നമ്മൾ ഭയക്കണം. നമ്മുടെ റോഡുകൾ കുളമാകുകയാണ്. പല സ്ഥലത്തും മണ്ണിടിയുന്നു. പല പ്രധാന പാതകളിലും മണ്ണിടുകയും ഗതാഗത യോഗ്യമല്ലാതാകുകയും ചെയ്യുന്നു. നമ്മുടെ പല റോഡുകളുടെയും അവസ്ഥ കാലവർഷത്തെ അതിജീവിക്കാൻ കഴിവുള്ള വിധത്തിലുള്ളതല്ല. പല കാലാവസ്ഥാ വ്യതിയാനങ്ങളും നേരിടുന്ന ഈ കാലഘട്ടത്തിൽ നമ്മുടെ സംസ്ഥാനത്തെ റോഡുകൾ അതിനെ അതിജീവിക്കാൻ കഴിയുന്ന വിധത്തിലാണ് പുനർനിർമ്മിക്കേണ്ടത്. എന്നാൽ പലപ്പോഴും പണ്ട് നമ്മുടെ റോഡുകൾ ഉണ്ടായിരുന്നതിനേക്കാൾ കഷ്ടമായിട്ടാണ് ഇപ്പോൾ പലയിടത്തും ടാറിങ് പോലും നടക്കുന്നത്. കുഴികൾ അടയ്ക്കുക, അല്ലെങ്കിൽ കുഴികളുള്ളിടത്ത് മാത്രം ടാറിങ് നടത്തുക. ഇത് ചിലപ്പോൾ 4-5 വർഷം കൂടുമ്പോൾ പോലും ടാറിങ് നടക്കാത്ത അവസ്ഥയാണ് പല റോഡുകളിലും ഉള്ളത്. പല സ്ഥലങ്ങളിലും കൃത്യമായി വെള്ളം ഒഴുകി പോകാനുള്ള ഒരു സംവിധാനം പോലുമില്ല. റോഡുകൾ കുളങ്ങളാകുകയും റോഡുകളുടെ പല ഭാഗങ്ങളും വിണ്ടുകീറുകയും ഒക്കെ ചെയ്യുന്നു. പലയിടത്തും മണ്ണിടിഞ്ഞു വീഴുന്നു. പല സ്ഥലങ്ങളിലെയും റോഡ് ഗതാഗതം വളരെ ദുസ്സഹമാകുന്നു. റോഡുകളിലൂടെ സഞ്ചരിക്കാൻ പോലും കഴിയാത്ത ഒരു സിറ്റുവേഷനാണ് ഇന്ന് ഓരോ മഴക്കാലത്തും കേരളം നേരിട്ട് കൊണ്ടിരിക്കുന്നത്. പല സ്ഥലങ്ങളിലും റോഡിലാണ് വെള്ളവും റോഡും പുഴയും തോടും ഒന്നും ഒരുപോലെയായി കിടക്കുന്ന അവസ്ഥ. ഇങ്ങനെയൊരു അവസ്ഥയിൽ റോഡിലൂടെ മഴക്കാലത്ത് സഞ്ചരിക്കാൻ പോലും കഴിയാത്ത ഒരു സിറ്റുവേഷനാണ് കേരളത്തിൽ പല സ്ഥലത്തും ഉള്ളത്. എന്തായാലും മാറുന്ന കാലവും മാറുന്ന സർക്കാരുകളും ഒക്കെ പലപ്പോഴും ഇതുപോലുള്ള കാര്യത്തിൽ എന്തെങ്കിലും ഉചിതമായൊരു തീരുമാനം ഉണ്ടാക്കിയില്ലെങ്കിൽ കേരളത്തിലെ റോഡുകൾ വരും കാലങ്ങളിൽ നമുക്ക് ഗതാഗത യോഗ്യമല്ലാത്ത വിധമായി മാറുമെന്ന കാര്യത്തിൽ സംശയമില്ല.